ഇന്ന് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ഇതാ തെളിവെടുപ്പിന് കൊടുന്ന പ്രതിയാണിത്. ഇപ്പം നമ്മൾ 2 ദിവസം മുന്നേ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു ദമ്പതിമാരെ ഇവൻ പരിചയപ്പെടുന്നു. ആ ദമ്പതിമാർക്ക് ട്രെയിനിൽ സീറ്റ് കിട്ടാണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവൻ സീറ്റ് അവർക്ക് ഒരുക്കി കൊടുക്കുകയും പിന്നീട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഇതാ ഈ ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇവൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? പൊടിയിട്ട് കലക്കിയതാണ് പിന്നീട് നിങ്ങൾക്ക് തന്നത്. തന്ന ശേഷം എന്താ ഉണ്ടായത്? പിന്നെ ഞാൻ ബോധം വരുമ്പോ കിടക്കല. ബോധം വരുമ്പോൾ നിങ്ങൾ കിടക്കലാണ്. ഇതിലെത്തത് തിരിച്ചു കളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കാത് വേദനയായി. അപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂർ ആയി കാണും. കാത് എനിക്ക് വേദനിച്ചപ്പോ അങ്ങനെ കണ്ണ് തുറന്നപ്പോ ഞാൻ കിടക്കയിലാണ്. ഇവന്റെ മുഖം എൻ്റെ അടുത്ത്. അത് കണ്ടപ്പോ ഞാൻ പേടിച്ച്, നീ എന്താടാ ചെയ്യണ ഞാൻ ചോദിച്ചാൽ അവൻ അങ്ങനെ നീറ്റ് നിന്നിട്ട് പിന്നെ അവനെ എനിക്ക് കണ്ടിട്ടില്ല, ഞാൻ കണ്ടില്ല. ഞാൻ പിന്നെയും തളർന്നു പോയി. അപ്പോൾ നോക്കുമ്പോൾ ഇവൻ എന്നെ 2 മറയ്ക്കൽ ഇങ്ങനെ മറച്ചവിടെ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് മാത്രം അവന് മുറിക്കാൻ പറ്റിയില്ല. ഒരു വലിയ കത്രിയൊക്കെ ഞാൻ കിടക്കണോടത്ത് അവിടുന്ന് ഈ പൈസ അവിടുന്ന്. എത്ര പൈസ പോയിട്ടുണ്ട്? ഞങ്ങളെ മക്കളെ പോലെ അവനെ സ്നേഹിച്ചു പോയി. അപ്പൊ അത്രയും ദൂരെ വന്നാൽ ഒരു കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് സ്നേഹിച്ച് കൂടുമ്പോ നമ്മൾ അതല്ലേ നമ്മൾ ഇങ്ങനെ കള്ളനാണോ ഞങ്ങളെ ചതിക്കാൻ വരികയാണോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കരുത്. പറ്റിയതോ പറ്റി ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ എന്താണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ? ഇവരെ പരിചയപ്പെട്ടത് എങ്ങനെയായിരുന്നു? ഞാൻ പരിചയപ്പെട്ടല്ല, ഏട്ടനാണ് പരിചയപ്പെട്ടത്. ഞങ്ങള് പിന്നെ കൊട്ടാരക്കര പോയത് ഒരു ഡോക്ടറെ കാണിക്കാൻ. ഏട്ടനെ കാണിക്കാൻ. ഏട്ടൻ്റെ കാലിനാണല്ലോ അസുഖമുള്ളത്. അപ്പോൾ കാണിക്കാൻ ചെന്നപ്പോൾ അവിടെ അന്ന് രാത്രി ഡോക്ടർ നോക്കിയില്ല. രാത്രി നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് പോരാൻ സമയമില്ല. ഞങ്ങളന്ന് അവിടെ ആശുപത്രിയിൽ തന്നെ നിന്നു. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് വരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് കൊല്ലത്ത് വരുമ്പം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ രണ്ടാളും സീറ്റ് കിട്ടിയില്ല. അപ്പൊ ഏട്ടൻ വടി കുത്തിപ്പിടിച്ചാണല്ലോ. അപ്പൊ വടി കുത്തിപ്പിടിച്ച് നിൽക്കുമ്പം പിന്നെ ഇപ്പം സീറ്റ് ശരിയാക്കി കൊടുക്കുക. അവിടുന്നാണ് ഇവനെ കാണുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ അങ്ങേപ്പുറത്ത് ഒരു ഭാഗത്തും എനിക്ക് സീറ്റ് ശരിയാക്കി തന്നു. ഏട്ടനായിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവര് അഡ്രസ്സ് ചോദിച്ചുപോലെ ഇവര് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു. പൈസ ഫോൺ നമ്പർ കൊടുത്തു. പിന്നെ വരെ വിളിച്ചെന്ന് പറഞ്ഞെന്ന് പറയുന്നു. പിന്നുള്ളതൊന്നും ഞാൻ പിന്നെ ഞാൻ നേവിയിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് പിന്നെ അസുഖം വന്നാൽ നേവി ആശുപത്രി ചികിത്സിക്കുക. അതിന് പൈസയുടെ ചിലവില്ല. കുറച്ച് പൈസ ആവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പൈസ ചിലവാക്കാനൊന്നുമില്ല. കാരണം ചിലവാക്കി എല്ലാം കഴിഞ്ഞിരിക്കും, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അങ്ങനെ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു. ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടോ വിളിക്കുന്നത്. ഞാൻ ഡോക്ടർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്ത പേപ്പറൊക്കെ വേണം, അത് കാണിക്കണം, അതിനൊരു ഫോട്ടോ കോപ്പി എടുത്ത് അയക്കണമെന്ന് പറഞ്ഞിട്ട് വന്നത്. അത് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇവനെ ഭയങ്കരമായിട്ട് നിങ്ങൾ വിശ്വസിച്ചു പോയി. ഇവൻ പറയുന്നത് വിശ്വസിച്ചു പോയി. നമ്മൾ സ്വന്തം കാഞ്ചി വലിച്ചിട്ടുള്ള തയമ്പാണ് എൻ്റെ കയ്യിൽ. യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. മറ്റാണ് നൈജീരിയക്കാരായിട്ട് കപ്പൽ കൊള്ളടിക്കാൻ വന്നിട്ട് അവരായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. പാവങ്ങളെന്ന് വിചാരിച്ചിട്ട് പാവങ്ങളൊക്കെ അവൻ രക്ഷപ്പെടുത്തുമ്പോഴോ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്ത് പിന്നെ പിറ്റേ ദിവസം ഇവ ഇങ്ങോട്ട് വിളിച്ചാണ്. രാവിലെ 8 മണിക്ക് വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഫോട്ടോ കോപ്പി കേരളത്തിൻ്റെ ഫോട്ടോ കോപ്പി വേണം, അതെടുക്കാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഏതിലാണ് വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറ്റിപ്പുറം വന്ന് ഇറങ്ങിയിട്ട് കുറ്റിപ്പുറത്തേക്ക് വളാഞ്ചേരിക്ക് ബസ്സിന് വരിക. അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കോട്ടപ്പുറത്തേക്ക് വന്നാൽ മതി. അങ്ങനെ ഇവന് വന്ന ശേഷം ഞാൻ പറഞ്ഞു എന്തെങ്കിലും വെള്ളം കലക്കി കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞു വെള്ളം കലക്കണ്ട, ജ്യൂസ് കഴിക്കാനുള്ള അനാറ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ആപ്പിളും ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ജ്യൂസ് അടിക്കുമ്പോൾ പോയപ്പോൾ ഓനും കൂടെ പോയി. ഞാനും അതിൻ്റെ ബാഗിൽ ഞാനും പോയി. അപ്പോൾ ഇവള് കയ്യിൽ പൊളിക്കാതെ പൊളിക്കുമ്പോൾ പറഞ്ഞു അങ്ങേറ്റ് പൊളിക്കേണ്ട. പിന്നെ അവർ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ കുരു കംപ്ലീറ്റ് താഴെ പ്ലേറ്റിലേക്ക് പോകണം. എന്നിട്ട് അത് എടുത്തത് ജ്യൂസ് അടിച്ചു. എന്നിട്ട് അത് എടുത്തത് 3 ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു. 3 ഗ്ലാസ് എടുത്തിട്ട് 3 ഒഴിച്ചു. 2 ഗ്ലാസ് വേറെയും വെച്ചു, 1 ഗ്ലാസ് വേറെയും വെച്ചു. 2 ഗ്ലാസ് ഫ്രിഡ്ജിൽ വെച്ചു, 1 ഗ്ലാസ് അതും ഫ്രിഡ്ജിൽ വെച്ചു. അത് വേറെ വെച്ചത്. കുറച്ചൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് എടുത്ത് തുറന്നവൻ. ഞാൻ പോയിട്ട് തരണ്ട, അതിൻ്റെ ഒന്നിനെ പോയിട്ട് തുറന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ചെന്നിട്ട് ഇളക്കുന്നുണ്ട് എൻ്റെ അകത്ത്. അപ്പോൾ പഞ്ചസാരട്ടല്ലേ, പഞ്ചസാര മധുരം വേണ്ട, ഷുഗറിലാന്നാണ്. അപ്പോൾ ഈ ഇളക്കുന്ന സാധനമായിട്ട് നമ്മൾ ചോദിച്ചു എന്നോട് എന്താ ഇളക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അടിയിൽ ഉറി ഉണ്ടാവും, അത് ഇളക്കായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ശവം പൊടിയിട്ട് കലക്കിയത് എന്തായിരുന്നു.
അപ്പോൾ പൊടിയിട്ട് കലക്കിയതാണ് പിന്നീട് നിങ്ങൾക്ക് തന്നത്. തന്നത്. തന്ന ശേഷം എന്താ ഉണ്ടായത്? അത് തന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എക്കിട്ടം വരുന്നു. ആ ആ എക്കിട്ടം വന്നപ്പോൾ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ അസുഖം ഉണ്ടോ ചോദിച്ചു. ഏട്ടൻ പറഞ്ഞു എനിക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ആ ആ അപ്പം അത് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞാൽ ഞാൻ 2 ഗുളിക തരാം, നിങ്ങൾ പട്ടാളക്കാർ കുടിക്കുന്നതാണ് എന്ന് പറഞ്ഞ് കൊടുത്തു. ആ 2 ഗുളിക ഏട്ടൻ കഴിച്ചു. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾക്കും 2 എണ്ണം തരാം, നല്ല ഉന്മേഷം കിട്ടും ഇത് കഴിച്ചാൽ, ഞങ്ങളിത് കഴിച്ചിട്ടാണ് ഞങ്ങളൊക്കെ നടക്കണത് എന്ന് പറഞ്ഞു. അപ്പം സത്യമായിരിക്കും വെച്ചു ഞങ്ങളെ കയ്യിലേക്ക് തന്നപ്പോൾ ഞങ്ങൾ 2 ആളും കുടിച്ചു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായല്ലോ, നീ പോണില്ലേ ചോദിച്ചു ഏട്ടൻ. പോണുണ്ടെങ്കിൽ ഒന്നും കറിയില്ല, ഞങ്ങളെ ഏട്ടൻ മരിച്ച പോലെയാണ് ഞങ്ങൾക്ക്, അത് ഇറച്ചി മീനൊന്നും ഇല്ല, പച്ചക്കറിയാണ് ഉള്ളത്. അപ്പോൾ അത് കൂട്ടി എനിക്കൊരു ചമ്മന്തി ആയാലും ഞാൻ ചോറുണ്ടോളാറുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 ആളും ചോറ് വിളമ്പണില്ലേ ഒന്നും എനിക്ക് അറിഞ്ഞു. അപ്പോഴേ എൻ്റെ ബോധം ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വിളമ്പീണോ എന്തോ എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങളാരും ചോറ് തിന്നിട്ടില്ല, അവൻ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. നിൻ്റെ കൈ ഇങ്ങനെ ചോറിൽ കുത്തിയൊരു ഓർമ്മ എനിക്കുണ്ട്. പിന്നെ കഴിച്ചോ അറിയില്ല, പിന്നത്തൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവൻ എന്നെ എങ്ങനെ അകത്ത് കിടക്കയിൽ കൊണ്ടിട്ടതാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് തന്നെ വീണിട്ടുണ്ട്, 2 ആളും വീണിട്ടുണ്ട്. ഏട്ടൻ അവൻ കുഴച്ച് പിടിച്ചു. ഏട്ടൻ എങ്ങനെയാ ഇവിടുത്തെ സോഫയിൽ നിങ്ങൾ കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ കിടക്കുന്നത്? ഞാൻ അകത്ത് കിടക്കുകയായിരുന്നു. കിടക്കയിൽ ഇരിക്കല്ല, ഞാൻ ചോറ് തിന്നുന്നോടുന്ന് ഡൈനിങ് ടേബിളിന്റെ അടുത്ത് എങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കിടക്കി കിടത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ബോധം വരുമ്പോ കിടക്കല. ബോധം വരുമ്പോൾ നിങ്ങൾ കിടക്കലാണ്. ചോറും കറിയും എല്ലാ സാധനവും മേശപ്പുറത്ത് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെ നഷ്ടപ്പെട്ടത്? ഞാൻ ഇങ്ങനെ ഇവന്റെ കാതിലേത്തത് തിരിച്ചു കളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കാത് വേദനയായി. അപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂർ ആയി കാണും. കാത് എനിക്ക് വേദനിച്ചപ്പോ അങ്ങനെ കണ്ണു തുറന്നപ്പോ ഞാൻ കിടക്കയിലാണ്, ഇവന്റെ മുഖം എൻ്റെ അടുത്ത്. അത് കണ്ടപ്പോ ഞാൻ പേടിച്ച്, നീ എന്താടാ ചെയ്യണ ഞാൻ ചോദിച്ചാൽ അവൻ ഇങ്ങനെ നീറ്റ് നിന്നിട്ട് പിന്നെ അവനെ എനിക്ക് കണ്ടിട്ടില്ല, ഞാൻ കണ്ടില്ല, ഞാൻ പിന്നെയും തളർന്നു പോയി. അപ്പോൾ നോക്കുമ്പോൾ ഇവൻ എന്നെ 2 മറയ്ക്കൽ ഇങ്ങനെ മറച്ചു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നീക്കാൻ പറ്റൂല, കണ്ണും താകെ തളർന്നു പോയിട്ടുണ്ട്. അപ്പൊ എന്താ ഈ ചെയിന് 3.5 പവന്റെ ചെയിൻ ഇവിടെ എവിടെയോ തങ്ങിയിട്ടുണ്ട്, അതിപ്പോ കുടുങ്ങിയിട്ടുണ്ട്. അത് എടുക്കണമെങ്കിൽ എന്നെ മറക്കണം. അതുകൊണ്ട് മറച്ചു. എന്നിട്ട് ആ ചെയിനിനെ അവൻ വലിച്ചൂരി എടുത്താണ്. അതൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല. ഇത് മാത്രം അവന് മുറിക്കാൻ പറ്റിയില്ല. എന്തോ ഒരു വലിയ കത്രിയൊക്കെ ഞാൻ കിടക്കണോടത്ത് നിങ്ങൾ തുണി വെട്ടുന്ന കത്രി ഉണ്ട്, അതൊന്നും എടുത്ത് തന്നെ ഒന്നും ചെയ്യാഞ്ഞ് ഭാഗ്യം. എൻ്റെ ചെവിയൊക്കെ മുറിച്ച് പോയി. എന്തോ ഒരു കഷ്ടം. കൈമല വളയെടുത്ത് 3.5 പവന്റെ മാല താലിച്ചേന് അതുകൊണ്ടേ ഫോട്ടോ ഉണ്ട് ഇതില്. അതിന്റെ ചെയിനിന്റെ അവിടുന്ന് ഈ പൈസ പൈസ എത്ര പോയിട്ടുണ്ട്? പൈസ 2000-ന്റെ അടുത്ത്. 2000 പൈസയും പോയി. ഒരു 3.5 പവന്റെ ചെയിന്, കമ്മല്, കമ്മല് പോയി. 6 പവന്റെ ചെയിൻ, 6 പവന്റെ സ്വർണം മൊത്തം പോയിട്ടുണ്ട് അല്ലേ? 3 പവൻ പിന്നെ ഒരു 1.5 പവന്റെ ചെയിന്, 1.5 പവന്റെ ചെയിന്, ഒരു വള. അതെ, അതോ എടുത്തിട്ടില്ല എന്ന് അടച്ച് പറയുന്നുണ്ട്. അതോ അവിടുന്ന് പറഞ്ഞു. അവൻ പക്ഷെ ഇവിടെ നോക്കുമ്പോ കാണാനുമില്ല. പിന്നെ അവൻ തന്നെ ആ ബാഗിലുള്ള പൈസയും പോയിക്കുന്നു. അതൊക്കെ ഇനിയിപ്പോ അവൻ എന്ത് ശിക്ഷയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താ നല്ല ശിക്ഷ കൊടുക്കണം അവന്. കാരണം ഞങ്ങളെ മക്കളെ പോലെ അവനെ സ്നേഹിച്ചു പോയി. അപ്പൊ അത്രയും ദൂരെ വന്നാൽ ഒരു കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് സ്നേഹിച്ച് കൂടുമ്പോ നമ്മൾ അതല്ലേ, നമ്മൾ ഇങ്ങനെ കള്ളനാണോ ഞങ്ങളെ ചതിക്കാൻ വരികയാണോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കരുത്. പറ്റിയതോ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോ ഞങ്ങൾ ആളോട് എങ്ങനെ ഉത്തരം പറയണ്ടെന്ന് അറിയുന്നില്ല. അത്രയ്ക്കും ഒരു മോനെ പോലെ സ്നേഹിച്ചു പെട്ടു. അപ്പൊ എല്ലാവരോടും ഇതൊരു മെസ്സേജാണ്, എല്ലാവരും സൂക്ഷിക്കുക. കാരണം ഈ സ്നേഹമുള്ള ഈ അമിതമായ സ്നേഹം ഇനി ഒരാളും കാണിക്കരുത്. അതാണ്. ഇപ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ഞങ്ങളെ ജീവൻ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. പറഞ്ഞു ഉല്ലാസം എൻ്റെ മോനാണ്, അതേപോലെ ഒരു മോൻ എനിക്ക് നീയും ആണ് ഞാൻ കരുതി. ഇനി എന്നും എനിക്ക് എൻ്റെ മോനെ പോലെ ഞാൻ കാണും എന്നൊക്കെ ഇവർ പറഞ്ഞു. നിങ്ങൾ ഏട്ടൻ പറഞ്ഞു. എന്തായാലും തക്കതായ ശിക്ഷ കൊടുക്കട്ടെ. മാത്രമല്ല ഇവിടെ നിൽക്കാൻ പേടിയപ്പോൾ, സത്യം പറയുകയാണെങ്കിൽ ഈ വീട്ടിലിപ്പോൾ നിൽക്കാൻ പേടിയാണ്. രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി ഉറങ്ങലില്ല. ഞങ്ങൾ മെലിഞ്ഞു പോയി. ഇപ്പോൾ എത്രയോ ആയിട്ടുണ്ട്. രാത്രി കിടക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഇവനാണ് എന്നുള്ള ബോധം വരും. ഞാൻ ഒരു ഷോക്ക് ഇപ്പോഴും വിട്ടിട്ടില്ല. ഇപ്പോഴും കിട്ടി തളർച്ച വരിക. ഇപ്പോൾ അവനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആകെ പറഞ്ഞു പോയി. കണ്ടു, നിങ്ങൾ ശ്രദ്ധിച്ചു. അർഹമായ ശിക്ഷ കിട്ടട്ടെ. നിങ്ങൾ കരയില്ല.